25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഈ പുതിയ വൃക്ഷം വളരെ മധുരമാണ്. ഈ മധുരമായ വൃക്ഷത്തെ തന്നെയാണ് കീടങ്ങൾ ബാധിക്കുന്നത്. കീടങ്ങളെ സമാപ്തമാക്കുന്നതിനുള്ള ഔഷധമാണ് മന്മനാഭവ. ചോദ്യം: പാസ് വിത്ത് ഓണർ ആകുന്ന സ്റ്റുഡൻറ്റിൻ്റെ അടയാളം എന്തായിരിക്കും? ഉത്തരം: അവർ ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല, എന്നാൽ എല്ലാ സബ്ജക്റ്റിലും പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കും. സ്ഥൂല സേവനത്തിൻ്റെയും സബ്ജക്റ്റ് നല്ലതാണ്. വളരെ പേർക്ക് സുഖം ലഭിക്കുന്നു. ഇതിലൂടെയും മാർക്സ് ശേഖരിക്കപ്പെടുന്നു. എന്നാൽ അതിനോടൊപ്പം ജ്ഞാനവും ആവശ്യമാണ്, പെരുമാറ്റവും ആവശ്യമാണ്. ദൈവിക ഗുണങ്ങളുടെ മേൽ പൂർണ്ണ ശ്രദ്ധയുണ്ടായിരിക്കണം. ജ്ഞാനവും യോഗവും പൂർണ്ണമായും ഉണ്ടായിരിക്കണം. അപ്പോൾ പാസ് വിത്ത് ഓണർ ആകുവാൻ സാധിക്കും. ഗീതം: അവൻ നമ്മിൽ നിന്നും വേർപിരിയുന്നില്ല. ഓം ശാന്തി. കുട്ടികൾ എന്താണ് കേട്ടത്? ആരോടാണ് കുട്ടികളുടെ ഹൃദയം ചേർന്നിരിക്കുന്നത്? ഗൈഡിനോട്. ഗൈഡ് എന്തെല്ലാമാണ് കാണിച്ചു തരുന്നത്? സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള ഗേറ്റ് കാണിച്ചു തരുന്നു. കുട്ടികൾക്ക് ഈ പേരും നൽകിയിട്ടുണ്ട്, ഗേറ്റ് വേ ടു ഹെവൻ. സ്വർഗത്തിൻ്റെ കവാടം എപ്പോൾ തുറക്കുന്നു? ഇപ്പോൾ നരകമാണല്ലോ. സ്വർഗത്തിൻ്റെ കവാടം ആര് തുറക്കും? എപ്പോൾ? ഇത് കുട്ടികളായ നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്ക് സദാ സന്തോഷമുണ്ടായിരിക്കുന്നു. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി നിങ്ങൾക്കറിയാം. മനുഷ്യർക്ക് സ്വർഗത്തിൻ്റെ വാതിലിലൂടെ എങ്ങനെ പോകാൻ സാധിക്കും എന്ന് നിങ്ങൾ മേളയിലൂടെയും പ്രദർശനിയിലൂടെയും കാണിച്ചു കൊടുക്കുന്നു. ചിത്രങ്ങൾ നിങ്ങൾ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാബ ചോദിക്കുകയാണ്, ഈ ചിത്രങ്ങളിൽ വെച്ച് ഏത് ചിത്രത്തിലൂടെയാണ് ഇതാണ് സ്വർഗത്തിലേക്കുള്ള ഗേറ്റ് എന്ന് ആരെയും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത്? ഗോളത്തിൻ്റെ, അതായത് സൃഷ്ടിചക്രത്തിൻ്റെ ചിത്രത്തിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഗേറ്റ് ഏതാണ് എന്ന് തെളിയുന്നു. ഇത് ശരിയാണ്. മുകളിൽ ആ ഭാഗത്ത് നരകത്തിൻ്റെ ഗേറ്റാണ്, മറ്റൊരു ഭാഗത്ത് സ്വർഗത്തിൻ്റെ ഗേറ്റാണ്. തീർത്തും ക്ലിയറാണ്. ഇവിടെ നിന്നും എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലേക്ക് ഓടിപ്പോകുന്നു, പിന്നെ സ്വർഗത്തിലേക്ക് വരുന്നു. ഇത് ഗേറ്റാണ്. മുഴുവൻ ചക്രത്തെയും ഗേറ്റ് എന്ന് പറയില്ല. മുകളിൽ എവിടെയാണോ സംഗമം കാണിച്ചിട്ടുള്ളത് അതാണ് പൂർണ്ണമായും ഗേറ്റ്. അതിലൂടെയാണ് ആത്മാക്കൾ പുറത്തു പോകുന്നത്, പിന്നീട് പുതിയ ലോകത്തിലേക്ക് വരുന്നു. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിൽ വസിക്കുന്നു. സൂചിയും കാണിക്കുന്നുണ്ട്, ഇത് നരകമാണ്, അത് സ്വർഗമാണ്. ഏറ്റവും നല്ല ഫസ്റ്റ് ക്ലാസ്സായി മനസ്സിലാക്കിച്ചു കൊടുക്കാനുള്ള ചിത്രം ഇതാണ്. വളരെ ക്ലിയറാണ്. ഗേറ്റ് വേ ടു ഹെവൻ. ഇത് ബുദ്ധിയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ. അനേകം ധർമ്മങ്ങളുടെ വിനാശവും ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ സുഖധാമത്തിലേക്ക് പോകും, ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. ഗേറ്റ് എന്നത് വളരെ ക്ലിയറാണ്. ഈ ഗോളം തന്നെയാണ് മുഖ്യമായ ചിത്രം. ഇതിൽ നരകത്തിൻ്റെ വാതിലും സ്വർഗത്തിൻ്റെ വാതിലും തീർത്തും സ്പഷ്ടമാണ്. സ്വർഗത്തിൻ്റെ വാതിലിൽ ആരാണോ കഴിഞ്ഞ കൽപ്പം പോയിരുന്നത് അവർ തന്നെ പോകും. മറ്റെല്ലാവരും ശാന്തിയുടെ വാതിൽക്കലേക്ക് പോകും. നരകത്തിൻ്റെ വാതിൽ അടഞ്ഞ് ശാന്തിയുടെയും സുഖത്തിൻ്റെയും വാതിൽ തുറക്കുന്നു. ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ആയ ചിത്രം ഇതാണ്.
ബാബ എപ്പോഴും പറയുന്നുണ്ട് ത്രിമൂർത്തി, രണ്ടാമതായി ഗോളം. ഈ ചക്രം ഫസ്റ്റ് ക്ലാസ് ചിത്രമാണ്. ആര് തന്നെ വന്നാലും അവർക്ക് ആദ്യം ഈ ചിത്രം കാണിച്ചു കൊടുക്കൂ. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഗേറ്റ് ഇതാണ്. ഇത് നരകം, ഇത് സ്വർഗം. ഇപ്പോൾ നരകത്തിൻ്റെ വിനാശം ഉണ്ടാകുന്നു, മുക്തിയുടെ ഗേറ്റ് തുറക്കുന്നു. ഈ സമയം നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. മറ്റുള്ളവരെല്ലാം ശാന്തിധാമത്തിലേക്ക് പോകും. എത്ര സഹജമാണ്! സ്വർഗത്തിൻ്റെ വാതിൽക്കൽ എല്ലാവരും പോകില്ല. അവിടെയാകട്ടെ ഈ ദേവീ ദേവന്മാരുടെ രാജ്യമായിരുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് സ്വർഗത്തിൻ്റെ വാതിൽക്കൽ പോകുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ യോഗ്യരാവുകയാണ്. എത്രയും എഴുതുകയും പഠിക്കുകയും ചെയ്യുമോ അപ്പോൾ നവാബാകും. കരച്ചിലും പിഴിച്ചിലുമാണെങ്കിൽ മോശമാകും. ഏറ്റവും നല്ല ചിത്രം ഈ ഗോളത്തിൻ്റെതാണ്. ബുദ്ധിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഒരു തവണ ചിത്രം കണ്ടു, പിന്നെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്നു. കുട്ടികളായ നിങ്ങൾക്ക് മുഴുവൻ ദിവസവും ഈ ചിന്ത നടക്കണം. നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് ഏത് ചിത്രമാണ് മുഖ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്? ഗേറ്റ് വേ ടു ഹെവൻ. ഈ ഇംഗ്ലീഷ് വാക്ക് വളരെ നല്ലതാണ്. ഇപ്പോൾ അനേകം ഭാഷകളായി കഴിഞ്ഞു. ഹിന്ദി എന്ന വാക്ക് ഹിന്ദുസ്ഥാൻ നിന്ന് വന്നതാണ്. ഹിന്ദുസ്ഥാൻ എന്ന വാക്ക് ശരിയല്ല. ഇതിൻ്റെ യഥാർത്ഥ നാമം ഭാരതം എന്ന് തന്നെയാണ്. ഭാരതഖണ്ഡം എന്ന് പറയുന്നു. ഈ ഇടവഴികളുടെ എല്ലാം പേര് മാറ്റാറുണ്ട്. ഖണ്ഡത്തിൻ്റെ പേര് മാറ്റാറില്ല. മഹാഭാരതം എന്ന വാക്കുണ്ടല്ലോ, എല്ലാത്തിലും ഭാരതമാണ് ഓർമ്മ വരുന്നത്. ഭാരതം നമ്മുടെ ദേശമാണ് എന്ന് പാടുന്നുമുണ്ട്. ഹിന്ദു ധർമ്മം എന്ന് പറയുന്നതിലൂടെ ഭാഷയും ഹിന്ദിയാക്കി മാറ്റി. ഇത് അൺറൈറ്റിയസ് ആണ്. സത്യയുഗത്തിൽ സത്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. സത്യമായത് ധരിക്കുക, സത്യമായത് കഴിക്കുക, സത്യം പറയുക. ഇവിടെ എല്ലാം അസത്യമായി പോയി. ഈ ഗേറ്റ് വേ ടു ഹെവൻ എന്ന വാക്ക് വളരെ നല്ലതാണ്. വരൂ, നമ്മൾ താങ്കൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരാം. എത്ര ഭാഷകളായി ബാബ കുട്ടികളായ നിങ്ങൾക്ക് സദ്ഗതിയിലേക്കുള്ള ശ്രേഷ്ഠ മതം നൽകുന്നു. ബാബയുടെ മതത്തെക്കുറിച്ചുള്ള മഹിമയാണ് ആ ഒന്നിൻ്റെ ഗതിയും മതവും വേറിട്ടതാണ് എന്നുള്ളത്. കുട്ടികളായ നിങ്ങൾക്ക് എത്ര സഹജ മതം നൽകുന്നു. ഭഗവാന്റെ ശ്രീമത്തനുസരിച്ച് തന്നെ നിങ്ങൾക്ക് നടക്കണം. ഡോക്ടറിൻ്റെ മതമനുസരിച്ച് ഡോക്ടറാകും. ഭഗവാന്റെ മതമനുസരിച്ച് ഭഗവാനും ഭഗവതിയും ആകേണ്ടതുണ്ട്. ഭഗവാൻ വാചയുമുണ്ട്. അതിനാൽ ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാൻ എന്ന് ആരെ പറയും എന്ന് ആദ്യം തെളിയിക്കൂ. സ്വർഗത്തിൻ്റെ അധികാരി തീർച്ചയായും ഭഗവാൻ ഭഗവതി ആയിരിക്കും. ബ്രഹ്മത്തിൽ യാതൊന്നും തന്നെയില്ല. സ്വർഗവും ഇവിടെയാണ്, നരകവും ഇവിടെയാണ് ഉണ്ടാകുന്നത്. സ്വർഗവും നരകവും രണ്ടും തീർത്തും വേറിട്ടതാണ്. മനുഷ്യരുടെ ബുദ്ധി തീർത്തും തമോ പ്രധാനമായി പോയി. യാതൊന്നും മനസ്സിലാക്കുന്നില്ല. സത്യയുഗത്തിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊടുത്തു. കലിയുഗത്തിനെ കുറിച്ച് പറയുന്നു 40,000 വർഷം ബാക്കിയുണ്ട് എന്ന്. തീർത്തും ഘോര അന്ധകാരത്തിലാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇങ്ങനെ ഗുണവാനാക്കി മാറ്റുകയാണ്. മുഖ്യമായും ഈ ഒരു ചിന്ത വയ്ക്കണം, നമുക്ക് എങ്ങനെ സദോ പ്രധാനമാകാം. ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നെ മാത്രം ഓർമ്മിക്കൂ. നടക്കുമ്പോഴും ചുറ്റുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബുദ്ധിയിൽ
ഈ ഓർമ്മ ഉണ്ടായിരിക്കട്ടെ. പ്രിയതമയും പ്രിയതമനും കർമ്മം ചെയ്യുന്നുണ്ടല്ലോ, ഭക്തിയിലും കർമ്മം ചെയ്യുന്നുണ്ടല്ലോ. ബുദ്ധിയിൽ ആ ഒന്നിൻ്റെ ഓർമ്മ ഉണ്ടായിരിക്കുന്നു. ഓർമ്മിക്കുന്നതിന് വേണ്ടി മാല തിരിക്കുന്നു. ബാബയും ഓരോ നിമിഷവും പറയുന്നു, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ, സർവവ്യാപി എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ആരെ ഓർമ്മിക്കുവാനാണ്? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ എത്ര നാസ്തികരായി. ബാബയെ പോലും അറിയുന്നില്ല. ഓ ഗോഡ് ഫാദർ എന്ന് പറയുന്നുമുണ്ട്, എന്നാൽ അത് ആരാണ് എന്ന് അല്പം പോലും അറിയില്ല. ആത്മാവാണ് പറയുന്നത് ഓ ഗോഡ് ഫാദർ. എന്നാൽ ആത്മാവ് എന്താണ്? ആത്മാവ് വ്യത്യസ്തമാണ്. ആ ഒന്നിനെ പരമാത്മാവ്, അതായത് സുപ്രീം, ഉയർന്നതിലും ഉയർന്ന സുപ്രീം സോൾ, പരം ആത്മാ എന്ന് പറയുന്നു. തൻ്റെ ആത്മാവിൻ്റെ ജ്ഞാനമുള്ള ഒരു മനുഷ്യർ പോലുമില്ല. ഞാൻ ആത്മാവാണ്, ഇത് ശരീരമാണ്. രണ്ട് വസ്തുക്കളാണല്ലോ. ഈ ശരീരം 5 തത്വങ്ങളാൽ നിർമ്മിതമാണ്. ആത്മാവാകട്ടെ അവിനാശിയായ ഒരു ബിന്ദുവാണ്. അത് എന്ത് വസ്തുവിലൂടെ ആയിരിക്കും ഉണ്ടാവുക? ഇത്രയും ചെറിയ ബിന്ദുവാണ്. സാധു സന്യാസിമാർ തുടങ്ങി ആർക്കും തന്നെ അറിയില്ല. ഇദ്ദേഹവും വളരെയധികം ഗുരുക്കന്മാരെ സ്വീകരിച്ചു. പക്ഷേ ആത്മാവ് എന്താണ്, പരംപിത പരമാത്മാവ് എന്താണ് എന്നത് ആരും തന്നെ കേൾപ്പിച്ചില്ല. പരമാത്മാവിനെ മാത്രമാണ് അറിയാത്തത് എന്നുമല്ല, ആത്മാവിനെയും അറിയുന്നില്ല. ആത്മാവിനെ അറിയാമായിരുന്നുവെങ്കിൽ പരമാത്മാവിനെ ഉടനടി അറിയുമായിരുന്നു. കുട്ടി തന്നെ അറിയുകയും അച്ഛനെ അറിയാതിരിക്കുകയും ആണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? നിങ്ങൾക്കാകട്ടെ ഇപ്പോഴറിയാം ആത്മാവ് എന്താണ്, എവിടെ വസിക്കുന്നു. ഡോക്ടർമാരും ഇത്രയും മനസ്സിലാക്കുന്നുണ്ട്, അത് സൂക്ഷ്മമാണ്, ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയില്ല. പിന്നെ കണ്ണാടിക്കുള്ളിൽ പൂട്ടിയാലും എങ്ങനെ കാണുവാൻ കഴിയും? ലോകത്തിൽ നിങ്ങളെപ്പോലെ മറ്റാർക്കും ജ്ഞാനമില്ല. നിങ്ങൾക്കറിയാം ആത്മാവ് ബിന്ദുവാണ്, പരമാത്മാവും ബിന്ദുവാണ്. പിന്നെ നമ്മൾ ആത്മാക്കൾ പതീതത്തിൽ നിന്നും പാവനവും പാവനമായതിൽ നിന്നും പതീതവുമാകുന്നു. അവിടെ ആകട്ടെ പതീത ആത്മാവ് വസിക്കുന്നില്ല. അവിടെ നിന്നും എല്ലാവരും പാവനമായി വരുന്നു, പിന്നീട് പതീതമാകുന്നു. പിന്നെ ബാബ വന്ന് പാവനമാക്കി മാറ്റുന്നു. ഇത് വളരെയധികം സഹജത്തിലും സഹജമായ കാര്യമാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ആത്മാവ് 84ൻ്റെ ചക്രം കറങ്ങി ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. നമ്മൾ തന്നെയാണ് 84 ജന്മം എടുക്കുന്നത്, ഒരാളുടെ കാര്യമല്ല. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തെ മനസ്സിലാക്കിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ, അതായത് ബ്രഹ്മാവിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തെ കേൾപ്പിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. ഇത് രഥമാണ്. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഗേറ്റ് വേ ടു ഹെവൻ എന്ന പേര് വയ്ക്കണം. എന്നാൽ ഇതിലും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. സത്യയുഗത്തിൽ ഉണ്ടായിരുന്ന ദേവീ ദേവതാ ധർമ്മം ഇപ്പോൾ പ്രായലോപമായി. ആർക്കും അറിയില്ല. ക്രിസ്ത്യൻസും ആദ്യം സദോ പ്രധാനമായിരുന്നു, പിന്നെ പുനർജന്മം എടുത്തെടുത്ത് തമോ പ്രധാനമാകുന്നു. വൃക്ഷവും തീർച്ചയായും പഴയതാകുന്നു. ഇത് വെറൈറ്റി ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. വൃക്ഷത്തിൻ്റെ കണക്കിൽ എല്ലാ ധർമ്മത്തിലുള്ളവരും പിന്നീടാണ് വരുന്നത്. ഈ ഡ്രാമ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. അങ്ങനെ ആർക്കും സത്യയുഗത്തിൽ വരാനുള്ള ഊഴം ലഭിക്കുകയില്ല. ഇല്ല. ഈ അനാദിയായ കളി തയ്യാറാക്കപ്പെട്ടതാണ്. സത്യയുഗത്തിൽ ഒരേ ഒരു ആദി സനാതന പ്രാചീന ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്.
ആത്മാവ് പറയുന്നു നമ്മൾ തമോ പ്രധാനമാണ്. അപ്പോൾ വീട്ടിലേക്ക് എങ്ങനെ പോകും? സ്വർഗത്തിലേക്ക് എങ്ങനെ പോകും? അതിനുവേണ്ടി സതോ പ്രധാനമാകുന്നതിനുള്ള യുക്തി ബാബ പറഞ്ഞു തന്നിരിക്കുന്നു. ബാബ പറയുന്നു, എന്നെ തന്നെ പതീത പാവനൻ എന്ന് പറയുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഭഗവാന് വാച എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്റ്റിന് ഇത്രയും വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു എന്നും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ എങ്ങനെ ആയി, പിന്നെ എവിടെ പോയി, ഇത് ആരും അറിയുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്നുണ്ട്. മുമ്പ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നില്ല. ആത്മാവ് തന്നെയാണ് നല്ലതും മോശവും ആകുന്നത് എന്ന് ലോകത്തിലെ ആർക്കും അറിയില്ല. എല്ലാ ആത്മാക്കളും കുട്ടികളാണ്. ബാബയെ ഓർമ്മിക്കുന്നു. ബാബ എല്ലാവരുടെയും പ്രിയതമനാണ്. എല്ലാവരും പ്രിയതമകളാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ആ പ്രിയതമൻ വന്നു കഴിഞ്ഞു. വളരെ മധുരമായ പ്രിയതമനാണ്. ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും എന്തിന് ആ ഒന്നിനെ ഓർമ്മിക്കുന്നു? മുഖത്തിലൂടെ പരമാത്മാവ് എന്ന പേര് വരാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാകില്ല. അറിയുന്നില്ല എന്ന് മാത്രം. നിങ്ങൾക്കറിയാം, ആത്മാവ് അശരീരിയാണ്. ആത്മാക്കളുടെയും പൂജ ഉണ്ടാകുന്നല്ലോ. നമ്മൾ പൂജ്യരായിരുന്നു. അവർ പിന്നെ തൻ്റെ തന്നെ ആത്മാവിനെ പൂജിക്കുവാൻ തുടങ്ങി. പൂർവജന്മത്തിൽ ബ്രാഹ്മണ കുലത്തിൽ ജന്മമെടുത്തിട്ടുണ്ടാകും. ശ്രീനാഥന് ഭോഗവയ്ക്കുന്നു. കഴിക്കുന്നത് പൂജാരിമാരാണ്. ഇതെല്ലാം ഭക്തി മാർഗമാണ്. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം, സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നവൻ ബാബയാണ്. എന്നാൽ എങ്ങനെ തുറക്കുന്നു എന്നത് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കും? ഭഗവാൻ വാച എന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ശരീരത്തിലൂടെ ആയിരിക്കുമല്ലോ വാക്കുകൾ വരുന്നത്. ആത്മാവാണ് ശരീരത്തിലൂടെ സംസാരിക്കുന്നതും കേൾക്കുന്നതും. ഇത് ബാബ വിശദമായി പറയുന്നതാണ്. ബീജവുമുണ്ട്, വൃക്ഷവുമുണ്ട്. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇത് പുതിയ വൃക്ഷമാണ്. പതുക്കെ പതുക്കെ അത് അഭിവൃദ്ധി പ്രാപിക്കുന്നു. നിങ്ങളുടെ ഈ പുതിയ വൃക്ഷത്തെ കീടങ്ങളും വളരെയധികം ബാധിക്കുന്നു. കാരണം ഈ പുതിയ വൃക്ഷം വളരെ മധുരമാണ്. മധുരമായ വൃക്ഷത്തെയാണ് കീടങ്ങളുമൊക്കെ ബാധിക്കാറുള്ളത്. പിന്നീട് ഔഷധവും കൊടുക്കുന്നു. ബാബയും മന്മനാഭവയുടെ വളരെ നല്ല ഔഷധം തന്നിരിക്കുകയാണ്. മന്മനാഭവ ആകാത്തതിലൂടെ കീടങ്ങൾ ഭക്ഷിക്കുന്നു. കീടമുള്ള വസ്തു എന്തുപയോഗത്തിൽ വരാനാണ്? അതിനെ എറിഞ്ഞു കളയും. ഉയർന്ന പദവി എവിടെ, താഴ്ന്ന പദവി എവിടെ? വ്യത്യാസമുണ്ടല്ലോ. മധുരമായ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. വളരെ മധുരമാകൂ. ആരോടും ഉപ്പുവെള്ളം പോലെ ആകരുത്. ഷീർഖണ്ഡ്, അതായത് പാലും പഞ്ചസാരയും പോലെ ആകണം. അവിടെ സിംഹവും ആടും പോലും മധുരമായി കഴിയുന്നു. അപ്പോൾ കുട്ടികളും മധുരമായി ഇരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ല എങ്കിൽ എന്ത് പുരുഷാർത്ഥം ചെയ്യുവാനാണ്? തോറ്റുപോകുന്നു. ടീച്ചർ പഠിപ്പിക്കുന്നത് ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുവാനാണ്. ടീച്ചർ എല്ലാവരെയും പഠിപ്പിക്കുന്നു. വ്യത്യാസവും നിങ്ങൾ കാണുന്നുണ്ട്. ആര് ഏത് സബ്ജക്റ്റിൽ സമർത്ഥരാണ് എന്നത് സ്റ്റുഡൻസിന് ക്ലാസ്സിൽ അറിയുവാൻ സാധിക്കുന്നു. ഇവിടെയും അങ്ങനെ തന്നെ. സ്ഥൂല സർവീസിൻ്റെയും സബ്ജക്റ്റ് ഉണ്ടല്ലോ. ഏതുപോലെ ഭണ്ഡാരിയുണ്ട്. വളരെ പേർക്ക് സുഖം ലഭിക്കുന്നു. എല്ലാവരും എത്ര ഓർമ്മിക്കുന്നു. ഇതാകട്ടെ നല്ലതാണ്. ഈ സബ്ജക്റ്റിലൂടെയും
മാർക്സ് ലഭിക്കുന്നു. എന്നാൽ പാസ് ഓണറാകുന്നതിന് വേണ്ടി ഒരു സബ്ജക്റ്റിൽ മാത്രം പോരാ, എല്ലാ സബ്ജക്റ്റിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. ജ്ഞാനവും വേണം, ഇങ്ങനെയുള്ള പെരുമാറ്റവും വേണം, ദൈവിക ഗുണങ്ങളും വേണം. അറ്റൻഷൻ വയ്ക്കുന്നത് നല്ലതാണ്. ഭണ്ഡാരിയുടെ അടുക്കൽ ആരെങ്കിലും വരുന്നുവെങ്കിൽ പറയൂ, മന്മനാഭവ, ശിവ് ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറുകയും ചെയ്യും. ബാബയെ ഓർമ്മിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും പരിചയം കൊടുത്തുകൊണ്ടിരിക്കും. ജ്ഞാനവും യോഗവും വേണം. വളരെ ഈസിയാണ്. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. അന്ധന്മാരുടെ ഊന്നുവടിയാകണം. പ്രദർശനിയിലേക്കും ആരെങ്കിലും കൊണ്ടുപോകൂ. വരൂ, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ഗേറ്റ് കാണിച്ചു തരാം. ഇത് നരകമാണ്, അത് സ്വർഗമാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, പവിത്രമാകൂ, എങ്കിൽ നിങ്ങൾ പവിത്ര ലോകത്തിൻ്റെ അധികാരിയായി മാറും. മന്മനാഭവ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗീതാജ്ഞാനം കേൾപ്പിക്കുകയാണ്. അതിനാൽ ബാബ ചിത്രം ഉണ്ടാക്കിച്ചു. ഗീതയുടെ ഭഗവാൻ ആരാണ്? സ്വർഗത്തിൻ്റെ ഗേറ്റ് ആര് തുറക്കുന്നു? തുറക്കുന്നത് ശിവബാബയാണ്. കൃഷ്ണൻ ആ ഗേറ്റിലൂടെ അതിനെ മറികടക്കുന്നു. പിന്നെ കൃഷ്ണൻ്റെ പേരാണ് വച്ചിരിക്കുന്നത്. മുഖ്യ ചിത്രം 2 മറ്റുള്ളവയെല്ലാം വിശദാംശങ്ങളാണ്. കുട്ടികൾ വളരെ മധുരമുള്ളവരാകണം, സ്നേഹത്തോടെ സംസാരിക്കണം, മനസ്സ വാച കർമ്മണ എല്ലാവർക്കും സുഖം നൽകണം. നോക്കൂ, ഭണ്ഡാരി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി സമ്മാനങ്ങളും കൊണ്ടുവരുന്നു. ഇതും സബ്ജക്റ്റ് അല്ലേ? വന്ന് സമ്മാനം നൽകുന്നു. അവർ പറയുന്നു, ഞാൻ നിങ്ങളിൽ നിന്നും എന്തിനെടുക്കണം? പിന്നെ നിങ്ങളുടെ ഓർമ്മയായിരിക്കും ഉണ്ടായിരിക്കുക. ശിവബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നും ലഭിക്കും. അപ്പോൾ നമുക്ക് ശിവബാബയുടെ ഓർമ്മയായിരിക്കും നിലനിൽക്കുന്നത്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിനായി പരസ്പരം വളരെയധികം പാലും പഞ്ചസാരയും പോലെ മധുരമായിരിക്കണം. ഒരിക്കലും ഉപ്പുവെള്ളമാകരുത്. എല്ലാ സബ്ജക്റ്റിലും പൂർണ്ണ അറ്റൻഷൻ കൊടുക്കണം. സദ്ഗതിക്ക് വേണ്ടി ബാബയുടെ ഏത് ശ്രേഷ്ഠ മതം ലഭിച്ചിട്ടുണ്ടോ അതനുസരിച്ച് നടക്കണം. സർവരെയും ശ്രേഷ്ഠ മതം തന്നെ കേൾപ്പിക്കണം. സ്വർഗത്തിൽ പോകുന്നതിനുള്ള വഴി കാണിച്ചു കൊടുക്കണം. വരദാനം: ഓരോ ആത്മാവിനും ധൈര്യവും ഉത്സാഹവും നേടിക്കൊടുക്കുന്ന ദയാഹൃദയരും വിശ്വമംഗളകാരിയുമായി ഭവിക്കട്ടെ. ഒരിക്കലും ബ്രാഹ്മണ പരിവാരത്തിലെ ഏതെങ്കിലും ദുർബല ആത്മാവിനോട് നിങ്ങൾ ദുർബലമാണ് എന്ന് പറയാൻ പാടില്ല. ദയാഹൃദയരും വിശ്വമംഗളകാരിയുമായ കുട്ടികളായ നിങ്ങളുടെ വായിൽ നിന്നും സദാ ഓരോ ആത്മാവിനെ പ്രതിയും ശുഭവാക്കുകളാണ് വരേണ്ടത്, നിരാശമാക്കുന്നവ അല്ല. ആര് എത്ര തന്നെ ദുർബലമായിരുന്നാലും അവർക്ക് സൂചനയോ ശിക്ഷണമോ പോലും നൽകേണ്ടതായിട്ടുണ്ടെങ്കിൽ ആദ്യം സമർത്ഥം, അതായത് ശക്തിശാലിയാക്കി മാറ്റിയ ശേഷം ശിക്ഷണം നൽകൂ. ആദ്യം ഭൂമിയിൽ ധൈര്യത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും കലപ്പ ഉപയോഗിക്കൂ. പിന്നീട് വിത്ത് വിതയ്ക്കൂ. അപ്പോൾ സഹജമായി ഓരോ വിത്തിൻ്റെയും ഫലം വരും. ഇതിലൂടെ വിശ്വമംഗളത്തിൻ്റെ സേവനം തീവ്രമാകും. സ്ലോഗൻ: ബാബയുടെ ആശീർവാദങ്ങൾ എടുത്തുകൊണ്ട് സദാ നിറവ് അനുഭവിക്കൂ. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ.
സദാ ഓരോ കർമ്മം ചെയ്യുമ്പോഴും സ്വയം കർമ്മയോഗിയായ ആത്മാവായി അനുഭവിക്കൂ. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മ മറക്കുക സാധ്യമല്ല. കർമ്മവും യോഗവും രണ്ടും കമ്പൈൻഡ് ആയിരിക്കട്ടെ. ഏതുപോലെ ഏതെങ്കിലും യോജിച്ചു ചേർന്ന വസ്തുക്കളെ വേർപെടുത്തുവാനാകില്ല, ഇതേപോലെ കർമ്മയോഗിയാകൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ. അന്തർമുഖമായി ഞാൻ ബാഹ്യ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. ദിവ്യവും ചൈതന്യവുമായ എൻ്റെ ആത്മസ്വരൂപം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുമ്പോൾ സത്യമായ ശാന്തിക്കും ആനന്ദത്തിനും നിദാനമായ ആത്മസ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയും സുഖവും ആനന്ദവും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ മൗലിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ആത്മസ്ഥിതിയുടെ ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനന്തമായ ഐശ്വര്യ സമ്പത്തുകൾ സംഗമയുഗത്തിൽ പ്രദാനം ചെയ്യുന്ന ശിവപരമാത്മാവിൻ്റെ മംഗളസ്വരൂപം എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു. പ്രശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിമാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു. പൂർവജന്മ പാപങ്ങൾ
യോഗജ്വാലയിൽ ഭസ്മമാകുന്നു. ആത്മാവ് പരമാത്മാ പ്രാപ്തികളാൽ ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നമായി മാറുന്നു. ഈ ആത്മസമ്പന്നതയുടെയും സംതൃപ്തിയുടെയും സ്വരൂപമായി ഞാൻ ദേഹമാകുന്ന രഥത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്നു.